റഗായിബ് നിസ്കാരം മഗ്രിബിനും ഇശാഇനും ഇടക്ക് 12 റക്അത്ത്. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 3 പ്രാവശ്യം ഇന്നാ അഅതൈനാക്കൽ കൗസർ, പിന്നെ 12 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്. അങ്ങനെ 12 റക്അത്ത് നിസ്കരിക്കുന്നു. നഊദു ബില്ലാഹ്. ആരാ പഠിപ്പിച്ചത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബത്തിന് പരിചയമില്ല. ഹിജ്റ 447 നാബൽസിക്കാരനായ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയാണ് ബൈത്തുൽ മഖദ്സിൽ ആദ്യമായി ഇത് ചെയ്തത്. മനോഹരമായ ഖുർആൻ പാരായണമാണ്. അയാളുടെ ഓത്ത് കേട്ട് നിസ്കാരം കണ്ട ഒരാൾ തുടർന്നു, പിന്നെ വേറെ കുറെ ആൾക്കാർ വന്നു, പിന്നെ കുറച്ച് ആൾക്കാർ വന്നു. അങ്ങനെ വർഷത്തിൽ അതിങ്ങനെ തുടർന്നു. ചില ആളുകൾ ശഅബാൻ 15 രാവിനാണ് ഈ നിസ്കാരം ഇതേ പേരിൽ നിസ്കരിക്കുന്നത്. അത് 100 റക്അത്താണ്. പ്രിയപ്പെട്ടവരെ, ഈ 2 നമസ്കാരം ഒരേ നിസ്കാരം സ്വലാത്തുർ റഗായിബ്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞത് ബിദ്അത്തുൻ മുൻകറത്തുൻ. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഇബ്നു റജബുൽ ഹംബലി, ഇമാം നവവി, ഇമാം തർത്തൂഷി, മഹത്തുക്കളെല്ലാം അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി ബിദ്അത്തുൻ മുൻകറത്തുൻ. അതുമായി വന്നിട്ടുള്ള ഏതെല്ലാം ഹദീസുകളുണ്ടോ ശിദ്ദത്തുൽ ളഅഫ, അങ്ങേയറ്റം ശക്തമായ ളഅഫുള്ളതാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളെ എതിർത്തുകൊണ്ട് ഒരു കിതാബ് തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് റജബുമായി ബന്ധപ്പെടുത്തി അത്ഭുതകരമായ ദഈഫായ റിപ്പോർട്ടുകൾക്ക് മറുപടി എന്ന രീതിയിൽ ഒരു വിശകലനം, ഒരു ഗ്രന്ഥമായി തന്നെ അദ്ദേഹം എഴുതി.